പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ഡെസിമൽ ഓപ്പറേഷൻ ചാപ്റ്റർ 7 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാമേ. അപ്പോൾ പേജ് നമ്പർ 111 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഓഫ് ലെങ്ത് 6.4 cm. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ഒരു സ്ക്വയറിൻ്റെ, ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 6.4 ആണ് എങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ എന്നാ. 6.4 ഒരേപോലെ സംഖ്യകൾ 4 അടുത്ത് വരുമ്പോൾ നമ്മൾ 4 ഇൻറ്റു എന്നല്ലേ ചെയ്യാറ്. അപ്പം പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ നമുക്കറിയാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡാണ് അല്ലേ. 4 ഗുണം ചുറ്റളവ് എന്ന് പറയുന്നത്, ചുറ്റളവ് സമം 4 ഇൻറ്റു വശമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു 6.4. അപ്പോൾ ഇവിടെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റ് എന്താ? ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കാതെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 6.4 ഇൻറ്റു 4 ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡെസിമൽ ആദ്യം നിങ്ങളങ്ങ് മറക്കുക. എന്ത് ചെയ്യുക? 64 ഇൻറ്റു 4 ചെയ്യുക. ഓക്കെ, 4 4s are 16, റിമൈൻഡർ 1, 6 4s are 24 plus 1 25. ഇനി നോക്കുക, ആൻസറിൽ മൊത്തം നമ്പേഴ്സ് എത്ര നമ്പറിന്, പോയിൻറ്റിന് ശേഷം എത്ര നമ്പറുണ്ട്? ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരാളേ ഉള്ളൂ, വേറെ എവിടെ ഒരു പോയിൻ്റ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസറിലും പോയിൻറ്റിന് ശേഷം ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ ഈസ് 25.6 cm ആണ് എന്ത്? ആ സമചതുരത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3 rods ഓഫ് ലെങ്ത് 6.45 meter. ഈച്ച് ആർ ലെയ്ഡ് എൻഡ് ടു എൻഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? 6.45 മീറ്റർ നീളമുള്ള ഒരു കമ്പ് അല്ലെങ്കിൽ കമ്പി നമ്മൾ എന്ത് ചെയ്തു? ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചു. അങ്ങനെയുള്ള 3 എണ്ണം ചേർത്ത് വെച്ചാൽ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? ഒരു റോഡിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ദണ്ടിൻ്റെ നീളം എന്ന് പറയുന്നത് 6.45 മീറ്ററാണ്. അങ്ങനെയുള്ള 3 എണ്ണം ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചാൽ ആകെ നീളം കണ്ടുപിടിക്കുന്നത് 6.45 ഇൻറ്റു 3 ചെയ്താൽ മതിയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 6.45 645 എന്ന് നമ്മൾ എഴുതിയിട്ട് ഇൻറ്റു 3 ചെയ്യുന്നു. പോയിൻ്റ് ഒഴിവാക്കിയേ. ദെൻ 5 3s are 15, റിമൈൻഡർ 1, 4 3s are 12 plus 1 13, റിമൈൻഡർ 1, 6 3s are 18 plus 1 19. പോയിൻറ്റിന് ശേഷം ഇവിടെ 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിലും പോയിൻറ്റിന് ശേഷം 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. സോ ദ ടോട്ടൽ ലെങ്ത് 19.35 cm. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, എ ബാഗ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 4.575 kilogram ഓഫ് ഷുഗർ. ഹൗ മച്ച് ഷുഗർ ക്യാൻ ബി ഫിൽഡ് ഇൻ 8 such bag? ഒരു ബാഗിൽ കൊള്ളുന്ന അരിയുടെ അളവെന്ന് പറയുന്നത് 4.575 ആണ്. അങ്ങനെയാണെങ്കിൽ അത്തരം 8 ബാഗിൽ എത്ര കൊള്ളും? ആകെ 8 ബാഗിലും കൂടി ആകെ എത്ര മാത്രം ഷുഗർ നിറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ 4.575 ഇൻറ്റു 8. ഇവിടെ പിള്ളേരെ യഥാർത്ഥത്തിലുണ്ടല്ലോ നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പോയിൻറ്റിന് ശേഷം 3 പേരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 0 ഉള്ള ആളെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ പോയിൻ്റ് അങ്ങ് പോവും. ഇൻറ്റു 8. എന്നിട്ട് നമ്മൾ 4575 ഇൻറ്റു 8 ചെയ്യുന്നു. 4575 ഇൻറ്റു 8 അന്ന് ചെയ്യാമേ. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 4575 ഇൻറ്റു 8. 8 5 40, റിമൈൻഡർ 4, 8 7s are 56 plus 4 60, റിമൈൻഡർ 6, 8 5 40 46, റിമൈൻഡർ 4, 8 4 32 4 36. സോ ആൻസർ ഈസ് 36600 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1000 അല്ലേ. അപ്പോൾ 1000 വരുമ്പോൾ നമ്മൾ 1000ന് എത്ര സീറോസ് ഉണ്ട്? 3. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് 3 സ്ഥാനം മാറ്റി കുത്തിടണം. സോ ആൻസർ ഈസ് 36.6 kg, 36.6 കിലോഗ്രാം. ഇതാണ് ടീച്ചർ തൊട്ട് മുന്നേ എങ്ങനെ ചെയ്തത്. അതായത് നമ്മൾ 1000 എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ
എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഈ പോയിൻ്റ് അങ്ങ് മറക്കുക. ടീച്ചർ മുമ്പേ പറഞ്ഞ പോലെ പോയിൻ്റ് അങ്ങ് മറക്കുക. അപ്പോൾ 4575 ഇൻറ്റു 8 ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3600 30 അല്ലോ 36,000 വന്നു. 366 ഇത്ര ഇങ്ങനെയാണ് കേട്ടോ, സോറി. ഇനി എന്ത് ചെയ്യുക? പോയിന്റിന് ശേഷം നമ്മളുടെ ക്വസ്റ്റ്യനിൽ എത്ര നമ്പർ ഉണ്ടായിരുന്നു? 3 പേര്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും പോയിന്റിന് ശേഷം 3 പേരുണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1000 എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നിങ്ങൾ ഓർത്തോണം കേട്ടോ. അത് പക്ഷേ നമുക്ക് ഡിവിഷന് വേണേ. ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിവൈഡഡ് ബൈ 1000 ആണോ 10 ആണോ 100 ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എഴുതുകയും ചെയ്യണം കേട്ടോ. ഈ ഒരു കേസിൽ വേണമെങ്കിൽ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നേ പറഞ്ഞുള്ളൂ, പക്ഷേ വേണം, നിർബന്ധമാണ് കേട്ടോ. ഞാനിങ്ങനെ എളുപ്പമാർഗം പറഞ്ഞെന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് 1 kilogram of rice is 34.50 rupees. How much money do we need to buy 16 kilogram? 1 കിലോഗ്രാം അരിയുടെ വില 34.50 രൂപയാണ്. ഇപ്പോൾ 34 രൂപയ്ക്ക് നമുക്ക് അരി കിട്ടുമോ? പാടല്ലേ, ഇപ്പോൾ നല്ല വിലയില്ലായിരിക്കൊക്കെ. ദെൻ ഹൗ മച്ച് മണി ഡു വി നീഡ് ടു ബൈ 16 കിലോഗ്രാം? അതെ, 1 കിലോയ്ക്ക് 34 രൂപ 50 പൈസ നിരക്കിൽ 16 കിലോ അരി വാങ്ങിയാൽ നമ്മൾ ആകെ എത്ര രൂപ മുടക്കണം? അതാണ് ചോദ്യം. 1 കിലോ അരിയുടെ വില എന്ന് പറയുന്നത് 34.50 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്തരം 16 കിലോ അരിയുടെ വില കണ്ടുപിടിക്കാൻ 16 ഇൻറ്റു 34.50 ചെയ്താൽ മതിയല്ലോ. ഓക്കെ, 34.50 ചെയ്താൽ മതിയോ? അപ്പോൾ ടീച്ചർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? 3450 എന്ന നമ്പറിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും ഒരു ഷോർട്ട് കട്ട് നമുക്കുണ്ട്. എന്താണ്? ഈ 0 ഒഴിവാക്കിയിട്ട് 345 ഇൻറ്റു 16 ചെയ്താൽ മതിയോ? ഓക്കെ, 5 6s are 30, റിമൈൻഡർ 3, 6 4 24 3 27, റിമൈൻഡർ 2, 6 3 18 2 20, 1 5s are 5, 1 4s are 4, 1 3s are 3, ആഡ് ചെയ്യുന്നു. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 0 7 5 12, റിമൈൻഡർ 1 4 1 5, 3 2 5, 5 5 2 0. ഒരു കാര്യം വിട്ടുപോകരുത്, ഇവിടുത്തെ 0 കളഞ്ഞിട്ട് നമ്മൾ വന്ന് ആ 0യെ ലാസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 16നെ 3450 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 55200 എന്നുള്ളതാണ്. പോയിന്റിന് ശേഷം ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. അപ്പോൾ നമ്മളും പോയിന്റിന് ശേഷം 2 പേര് ഉത്തരത്തിൽ കാണാം. അപ്പോൾ എത്ര രൂപയായി? ടോട്ടൽ 552 രൂപ കൊടുത്താൽ നമുക്ക് എത്ര കിലോ അരി വാങ്ങാൻ പറ്റും? 16 കിലോ അരി വാങ്ങാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, 6 bottles are filled with the coconut oil in a can. Each bottle contain 0.478 liters. How much oil was in the can in liters? ഒരു ക്യാനിലെ എണ്ണ മുഴുവൻ നമുക്ക് 6 ബോട്ടിലേക്ക് നിറയ്ക്കണം. ഒരു ബോട്ടിലിൽ കൊള്ളുന്ന എണ്ണയുടെ അളവ് 0.478 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 6 ബോട്ടിലും കൂടി ആകെ എത്ര ലിറ്റർ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവും? അല്ലെങ്കിൽ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ആ ക്യാനിനകത്ത് ആകെ മൊത്തം എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? ഒരു കുപ്പിയിൽ കൊള്ളുന്ന കോക്കനട്ട് ഓയിലിൻ്റെ അളവ് 0.478 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം 6 കുപ്പികളിൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 6 ഇൻറ്റു 0.478. അപ്പോൾ ടീച്ചർ പറഞ്ഞ മെത്തേഡ് ചിന്തിക്കുക. നമ്മൾ പോയിൻ്റ് മറന്നേക്കുക. അപ്പോൾ പോയിൻ്റ് മറക്കുമ്പോൾ ഈ നമ്പർ എന്തായി? 0478 എന്നായി. ഒരിക്കലും ഒരു നമ്പർ നമുക്ക് 0യിൽ തുടങ്ങാറില്ല അല്ലേ? അപ്പോൾ ഏതാണ് യഥാർത്ഥ നമ്പർ? 478. 6 ഇൻറ്റു 478 ചെയ്യാം. ഓക്കെ, 6 ഇൻറ്റു 478 ചെയ്യാം. 478 ഇൻറ്റു 6. 6 8s are 48, റിമൈൻഡർ 4, 6 7 42 4, 46, റിമൈൻഡർ 4, 6 4 24 4, 28. ആൻസർ എഴുതുമ്പോൾ 2868.
പോയിൻറ്റിന് ശേഷം എത്ര നമ്പറുണ്ട്? 3 പേര്. നമ്മൾ പോയിൻറ്റിന് ശേഷം പോയിൻറ്റിന് ശേഷം 3 നമ്പേഴ്സ് കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 2.868 ലിറ്റർ വെളിച്ചെണ്ണ ഈ 6 കുപ്പികളിലുമായിട്ട് കൊള്ളും. ഓക്കെ, പേജ് നമ്പർ 111 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കുലർ റൂം ആർ 8.35 meters and 3.2 meters. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദാറ്റ് റൂം? ഒരു മുറിയുടെ നീളം 8.35 മീറ്ററും വീതി 3.2 മീറ്ററും ആണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദാറ്റ് റൂം? ഏരിയ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ആകൃതിയിലുള്ള ഒരു മുറിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പരപ്പളവ് സമം നീളം ഗുണം വീതി. ഇവിടെ നീളം എന്ന് പറയുന്നത് 8.35 മീറ്ററും വീതി എന്ന് പറയുന്നത് 3.2 മീറ്ററുമാണ്. അപ്പം 2 മീറ്ററാണ്. നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്യാൻ തന്നെ ടീച്ചർ പറഞ്ഞു നമ്മൾ പോയിൻ്റ് പൂർണ്ണമായിട്ടും മറക്കുക. അപ്പോൾ എന്താണ്? 835 ഇൻറ്റു 32 ചെയ്യുക. ഓക്കെ, 835 ഇൻറ്റു 32. അപ്പം നമ്മുടെ ആൻസർ, പിന്നെ പോയിൻ്റ് മറന്നേക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ എഴുതുന്നത് ശരിയല്ല കേട്ടോ. നമ്മുടെ ആൻസർ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരമാണ് പോയിൻ്റ് ഒഴിവാക്കിയിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 25720. പോയിൻറ്റിന് ശേഷം ഇതാ അവിടെ നോക്ക്, ഇവിടെയും 2 പേരുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ 2 1 3 പേര് എവിടെ ഉണ്ടായിരിക്കണം? പോയിൻറ്റിന് ശേഷം ഉണ്ടായിരിക്കണം. 1 2 3 പേര്. ആൻസർ ഈസ് 25.720. ഇവിടെയും മീറ്റർ ഉണ്ടായിരുന്നു, ഇവിടെയും 2 മീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? മീറ്റർ ഇൻറ്റു മീറ്റർ മീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. യൂണിറ്റ് നിർബന്ധമാണ്. 2 പ്രാവശ്യം മീറ്റർ ഗുണിക്കുന്നവരാണ് മീറ്റർ റേസ് ടു 2 നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം പേജ് നമ്പർ 111 എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.